ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ട് ഒരു തോരനാണ്. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. തോരനായതുകൊണ്ട് നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ഇല്ലെങ്കിൽ ചിക്കൻ കുക്ക് ചെയ്തതിന് ശേഷം ബോണൊക്കെ മാറ്റിയെടുത്താൽ മതിയാവും. 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ 2 വറ്റൽ മുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കുറച്ച് അധികം വേണം. ഈ തോരനിൽ നമ്മൾ കറിവേപ്പില ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റുമാണ്. പിന്നെ 4 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 തൊട്ട് 20 വരെ ചെറിയ ഉള്ളി വേണം. ഉള്ളി കുറച്ച് വലുതാണെങ്കിൽ 4ആയിട്ട് കീറാം, ചെറുതാണെങ്കിൽ 2ആയിട്ട് കീറിയാലും മതിയാവും. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾ സവാള എടുത്താലും മതിയാവും, പക്ഷേ ഇതിന് ചെറിയ ഉള്ളി എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടരുത്, വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഗരം മസാല യൂസ് ചെയ്യാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് എണ്ണ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ കടുക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് ഞാനിതിലോട്ട് വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നിന്നും തന്നെ ആവശ്യത്തിന് വെള്ളം വന്നോളും. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റിന് ശേഷം ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലെ എല്ലൊക്കെ മാറ്റിയതിന് ശേഷം ഫ്ലഷ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തോരൻ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അതിലോട്ട് ചേർക്കേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കരുത്, കോഴ്സായിട്ട് അരച്ചാൽ മതിയാവും. ഇതാ ഇതുപോലെ. ഇനി നമുക്ക് തോരൻ വയ്ക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം പാൻ ഒന്ന് ചൂടായതും അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റാം. ഇനി നമുക്കിതിലോട്ട് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കറിവേപ്പില കുറച്ചധികം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ചിക്കൻ തോരന്. ഇനി നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ നന്നായിട്ട് നമുക്ക് വഴറ്റാം. ചെറിയ ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതിയായിരിക്കും. ഇപ്പോൾ ഈ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കനിലെ എല്ലൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്ത് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഉള്ളിയും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവുന്നവരെ മിക്സ് ചെയ്യാം. പിന്നെ ചിക്കനിൽ വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഉള്ളിയും ചിക്കനും ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ചിക്കനിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നവരെ ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ. വീണ്ടും കാണാതെ ടാറ്റാ, ബൈ ബൈ.